വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം OTT റിലീസിന് ശേഷം നിരവധി വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ പാസം, ക്രിഞ്ച്, ജ്ഞാപകം, അപ്പു തുടങ്ങി നിരവധി കാര്യങ്ങളിലാണ് ചിത്രത്തിനെതിരെ ട്രോളുകളും വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. എന്നാൽ ഇപ്പോഴിതാ തൻ്റെ മദ്യപാനത്തെക്കുറിച്ചും മറ്റും ധ്യാൻ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത്. മദ്യപിച്ചു കഴിഞ്ഞാൽ അജു വർഗീസ് പടയപ്പയാവുമെന്നാണ് ധ്യാൻ പറയുന്നത്. മദ്യപിച്ചാൽ അജു പടയപ്പയാകും. അജുവും ഇപ്പോൾ മദ്യപാനം വളരെ കുറച്ചു. ഞാൻ തീരെ കുടിക്കാറില്ല. നീരജും അജു വർഗീസും അവരാണ് എൻ്റെ കമ്പനി എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ധ്യാൻ പറഞ്ഞത്. അതേസമയം OTT റിലീസിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ച് ധ്യാൻ പറഞ്ഞ കാര്യങ്ങളും ചർച്ചയായിരുന്നു. ഏട്ടൻ്റെ സിനിമകളിലെ ക്രിഞ്ചും ക്ലീഷയും ആളുകൾ എടുത്തു പറയാൻ തുടങ്ങി. അതിനെ നമ്മൾ പോസിറ്റീവായി കാണണം. ഷൂട്ട് ചെയ്യുമ്പോൾ ഇതേ വിമർശനങ്ങളൊക്കെ എനിക്കും തോന്നിയിരുന്നു. എന്നുവെച്ച് ആ സിനിമ എനിക്കിഷ്ടമായില്ല എന്നല്ല. മോശം സിനിമയായിട്ടും ഗംഭീര സിനിമയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല എന്നായിരുന്നു ധ്യാൻ പറഞ്ഞത്. ജൂൺ 7 സോണി ലിവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. 70കളിൽ സിനിമാ മോഹവുമായി ചെന്നൈയിലെത്തുന്ന യുവാക്കളുടെ കഥയാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ഹൃദയത്തിന് ശേഷം വിനീത്, പ്രണവ്, കല്യാണി കോംബോ ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ചിത്രത്തെ പ്രേക്ഷകർ നോക്കിക്കണ്ടത്. എന്നാൽ തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചത്. നിവിൻ പോളി, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, YG മഹേന്ദ്ര, ഷാൻ റഹ്മാൻ, നീതപിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. മെറിലാൻഡ് സിനിമാസിൻ്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിക്കുന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥ് സംഗീത സംവിധാനം ഒരുക്കുന്നു.